പാലക്കാട് പായംപള്ളത്തൊരു വീടുണ്ട്. അപ്പോൾ ഈ വീടിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് ആരുടെ വീടാണ് എന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ പറയേണ്ടത്. അത് ഓമനയുടെയും ചെല്ലൻ്റെയും വീടാണ്. ഇരുവരും 2 പതിറ്റാണ്ടായി വെള്ളത്തിന് ആശ്രയിക്കുന്നത് ഒരു ചെളി നിറഞ്ഞ ഒരു കുഞ്ഞു കുഴിയെയാണ്. അതേ കുഴിയിൽ നിന്ന് തന്നെയാണ് ആനകളും ഒക്കെ വെള്ളം കുടിക്കുന്നത്. ആനകളുടെ കുടിവെള്ള സ്രോതസ്സും ആ ഒരു കുഞ്ഞു കുഴി തന്നെയാണ്. കടുത്ത വേനലിൽ ആ കുഴി വറ്റി വരളുന്നു. AV മുകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വെള്ളം തന്നെയാണ് ആന കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂരും ഒരു ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഈ ആന കുടിക്കുമ്പോൾ ആ വെള്ളം തന്നെയാണ് ഞങ്ങളും കുടിക്കുന്നത്. എന്താ ചെയ്യുക, വെള്ളമില്ല. ഈ കാട്ടിനുള്ളിൽ ഇരുന്നിട്ട് ആനകളുടെ ശല്യം, വെള്ളമില്ലാത്തതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചളിവെള്ളം ഇത് കലങ്ങി മറിഞ്ഞിരിക്കും. തേകിയിട്ടും കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ ഈ വെള്ളം തന്നെ ഞങ്ങൾക്ക് കുടിക്കണം, ചളിവെള്ളം തന്നെ. വേറെ മാർഗമില്ല വെള്ളം കിട്ടാൻ. AV മുകേഷ് ഉണ്ട് നമുക്കിപ്പം. മുകേഷ്, എന്തൊരു ദുരവസ്ഥയാണ് ഇതൊക്കെ. ഈ ഒരു കുഞ്ഞു കുഴി, അതും ചെളിവെള്ളമാണ് അവർ ഭക്ഷണത്തിനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതും ആ കുഞ്ഞു കുഴിയാണ്. ഇപ്പോൾ അവർ തന്നെ എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആരോട് പറയാനല്ല, ഇനി ഇതിനൊരു നടപടി ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്നൊക്കെ അവർ വളരെ നിഷ്കളങ്കമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുപോലെ തന്നെയാണ് അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു മുകേഷ് അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? നമുക്കറിയാവുന്നതുപോലെ തന്നെ അസഹനീയമായ ചൂടാണല്ലോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും സ്ഥിതി തീർത്തും വ്യത്യസ്തമല്ല. പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വരൾച്ചയുടെ ഭയാനകമായ സാഹചര്യങ്ങൾ, കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിറ്റൂർ മേഖലയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ നെൽപ്പാടങ്ങൾ വരണ്ടുണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു നെന്മണി പോലും അതിൽ നിന്ന് കർഷകന് എടുക്കാൻ സാധിക്കാത്ത വിധം ആ പാടം ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് അതിൽ നിന്ന് ഒരു നെന്മണി പോലും കർഷകന് എടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ അത്തരം മേഖലകളിലൊക്കെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളൊരു വാർത്ത ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതും ഈ പായംപള്ളത്തേക്ക് എത്തുന്നതും. പ്രധാന റോഡിൽ നിന്ന്, ടാർ വഴിയിൽ നിന്ന് നമ്മളൊരു 15 മിനിറ്റോളം മൺവഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ചെല്ലൻചേട്ടൻ്റെയും മോമന ചേച്ചിയുടെയും വീട്ടിലെത്തുള്ളൂ. വീട് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ തകര ഷീറ്റ്, പൊട്ടിപ്പൊളിഞ്ഞ തകര ഷീറ്റ് ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക തരം ഷെഡ്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ 2 മനുഷ്യർ ഇറങ്ങി വരുന്നത്. 2 മനുഷ്യർ ഇറങ്ങി വരുന്നത് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതം എന്താണ് എന്ന് കാണിച്ചു തരാൻ ഞാനൊരു സാധനം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഓമന ചേച്ചി സംസാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞാൽ അവരൊരു കുടവും ഒരു സൈഡൊക്കെ പൊട്ടിയിട്ടുള്ള ഒരു പ്ലേറ്റും എടുത്ത് മുമ്പിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട എടുത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം എടുക്കാനാണെന്ന്. വെള്ളം എടുക്കാൻ സമീപത്ത് എവിടെയോ ദൂരത്തൊരു കിണറുണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ അവരുടെ കൂടെ പിന്തുടരുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം. പക്ഷെ അവർ ഇറങ്ങി എത്തുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു മൺവഴി കഴിഞ്ഞിട്ട് ഒരു പാടം പോലത്തെ ഒരു നിരപ്പായ പ്രതലത്തിലേക്ക് എത്തിയിട്ട് ഒരു താഴ്ചയിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് അവിടെ മണ്ണിൽ ഒരു വലിയ ആഴത്തിൽ ഒരു ആൾപ്പൊക്കത്തോളം വരുന്ന ഒരാഴത്തിൽ ഒരു കുഴി എടുത്തു വെച്ചിട്ടുണ്ട്. ആ കുഴിയിൽ കലങ്ങിയ കുറേ വെള്ളമുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഇവർ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി വെള്ളം കൂടുതൽ കലക്കാതെ അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രം ശേഖരിച്ച് കുടത്തിലേക്ക് ആക്കുക. അപ്പം ഇതാണ് അവർക്ക് ആകെ ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വെള്ളം കുടിക്കാനും. ഒത്തിരി വിഷമം തോന്നുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു മുകേഷ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലായിടവും ചൂടാണ്. പാലക്കാട്ടെ കാര്യം നമ്മൾ പറയുകയും വേണ്ട. കാരണം എപ്പോഴും ഏറ്റവും അധികം ചൂട് നേരിടുന്ന ഒരു ജില്ലക്കാർ പാലക്കാടുകാർ തന്നെയാണ്.